സെവന്റിലേക്ക് സ്വാഗതം. പോത്താനിക്കാട് മൃഗാശുപത്രിയുടെ പുതിയ മന്ദിരം നാടിന് സമർപ്പിച്ചു. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു. പോത്താനിക്കാട് മൃഗാശുപത്രിയുടെ പുതിയ മന്ദിരം നാടിന് സമർപ്പിച്ചു. മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തവണ ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചിരിക്കുന്നത് പലിശയില്ലാത്ത ലോണുകൾ പരമാവധി നമ്മുടെ ക്ഷീര കർഷകർക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശ വിഷയം ഇത്തവണത്തെ പുതിയ പ്രോജക്റ്റിൽ ഞങ്ങൾ കൊണ്ടുവന്നു. നിങ്ങൾക്ക് ലോൺ എടുക്കുക, 1 ലക്ഷം രൂപയുടെ ഒരു പശുവിനെ എടുത്ത് നിങ്ങൾക്ക് അതിനെ കറക്കുന്ന പശുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2-ാം ദിവസം മുതൽ നിങ്ങൾക്ക് പാലിക്കും. ആ പാലിൽ നിന്ന് കിട്ടുന്ന പണം ഒരു മാസത്തിൽ കുറച്ച് നിങ്ങൾ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് അത് ബാങ്കിൽ അടയ്ക്കുവാൻ സാധിക്കും. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ജി സജികുമാർ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് തല പദ്ധതികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടനും മുഖ്യപ്രഭാഷണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീറും കരാറുകാരനുള്ള ഉപഹാരം മുൻ MLA എൽദോ ഇബ്രാഹിമും നിർവഹിച്ചു. തുടർന്ന് മൃഗങ്ങളിലെ ആനുകാലിക രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിന് അനിമൽ ഇൻഫെർട്ടിലിറ്റി മാനേജ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ TR ഷേർലി നേതൃത്വം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി ഐബ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജിനു മാത്യു, മേരി തോമസ്, ഫിജിന അലി, വാർഡ് മെമ്പർമാരായ സുമാ ദാസ്, ജോസ് വർഗീസ്, ബിസ്നി ജിജോ, ടോമി ഏലിയാസ്, ഡോളി സജി, വിൻസെന്റ് ഇല്ലിക്കൽ, സാബു മാധവൻ, NM ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. NADCP സ്റ്റേറ്റ് പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ അനിത PV ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി വിശദീകരിച്ചു. മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ, ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിജു ജെ ചെമ്പരത്തി, ഷാജി C ജോൺ, AK സിജു, ബാബു NA, വർക്കി MC മറ്റത്തിൽ, ജോയ് ചെറുക്കാട്ട്, ഉണ്ണി K തങ്കപ്പൻ, നിസാർ പാലക്കൻ, ബോബൻ ജേക്കബ്, ഇബ്രാഹിം, ലൂഷാദ് V കുര്യാക്കോസ്, സാബു വർഗീസ്, റഹീം പരീദ്, സിജി ജോർജ്, അനിൽകുമാർ K, ഡോക്ടർ സുമീറ ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. പോത്താനിക്കാട് വെറ്റിനറി സർജൻ ഡോക്ടർ ജെസി K ജോർജ് നന്ദി രേഖപ്പെടുത്തി. മൃഗചികിത്സാ സേവനവും മൃഗാരോഗ്യവും എന്ന പദ്ധതിയിൽ 2022 പോത്താനിക്കാട് വെറ്റിനറി ഡിസ്പെൻസറിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പ് 50 ലക്ഷം രൂപ അനുവദിച്ചത്. ടീം ന്യൂസ് 17.